ശ്രീതു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് 5 മണിക്കായിരുന്നു നമ്മുടെ ശ്രീതുവിൻ്റെ ലൈവ്. അപ്പോൾ ശ്രീതുവിനോട് ഒരുപാട് പേർക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങളുമായിട്ടാണ് ശ്രീതു എത്തിയത് കേട്ടോ. അപ്പോൾ ശ്രീതുവിന് ആദ്യം കുറേ പേര്, ഒരു ഏകദേശം 20,000 പേരോളം ശ്രീതുവിൻ്റെ ലൈവ് കണ്ടിരുന്നു. അപ്പോൾ ഈ ലൈവിൻ്റെ ഇടയിൽ നമ്മുടെ സിജോയും റസ്മിനും അതേപോലെ സായി കൃഷ്ണയൊക്കെ ലൈവിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രീതുവിൻ്റെ കൂടെ. അതേപോലെ തന്നെ ശ്രീതുവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷേ ശ്രീതു പറഞ്ഞിരുന്നത് എങ്ങനെയാണ്, എല്ലാവർക്കും വിലമതിക്കുന്ന സമയമാണ്, അതുകൊണ്ട് അധികം നേരം സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശ്രീതു പറഞ്ഞത് അർജുനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരിക്കലും ഇവൻച്വലി അവിടെ ഫ്രണ്ട്സ് ആവും എന്നൊന്നും വിചാരിച്ചല്ല, അത് ഓട്ടോമാറ്റിക്കലി ആയിപ്പോയതാണ്. ഗുഡ് ഫ്രണ്ട്സാണ് ഞങ്ങൾ തമ്മിൽ വേറെ ഒന്നുമില്ല എന്നാണ് ശ്രീതു പറഞ്ഞത്. നല്ല രീതിക്ക് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കണേന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രീതു പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ കുറേ ഫാൻസുകൾ തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട്. അഖിൽ, അതായത് ശ്രീതു ആദ്യം അഭിനയിച്ച അമ്മ അറിയാതെ സീരിയലിലെ നിഖിലും അതുപോലെ തന്നെ ശ്രീതു തമ്മിലുള്ള ഫാൻസ്, പിന്നെ അതേപോലെ തന്നെ ശ്രീജുൻ, ഇവർ തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, നല്ല സമാധാനത്തോടു കൂടി എല്ലാവരും മുന്നോട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അടിപൊളിയായിട്ടാണ് ശ്രീതു, വളരെ സിമ്പിളായിട്ടാട്ടോ ശ്രീതു ലൈവിലെത്തിയിരിക്കുന്നത്. നമ്മുടെ ശ്രീതു പറഞ്ഞു, അങ്ങനെയൊന്നും വേണ്ട, എല്ലാവരും നല്ല രീതിക്ക് മുന്നോട്ട് പോവുക, എന്നെ നല്ലൊരു മനുഷ്യനായി നിങ്ങൾ ചിത്രീകരിച്ചതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൊച്ചിയിലേക്ക് എപ്പോൾ വരുമെന്നാണ് ചോദ്യം. അപ്പോൾ അടുത്ത് തന്നെ വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ശ്രീതു വളരെ ഹാപ്പിയാണെന്നും പറഞ്ഞു. പിന്നെ കൂടുതലും മെസ്സേജുകൾ വന്നത് മൊത്തം ശ്രീജുൻ ഫാൻസിൻ്റെയാണ് കേട്ടോ. മൊത്തം മെസ്സേജുകൾ വന്നിരുന്നത് ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ശ്രീതു പറഞ്ഞു, നല്ലൊരു മനുഷ്യനായി കണ്ടതിനും പിന്നെ മറ്റുള്ളവരുടെ തീരുമാനപ്രകാരം ഞാൻ എൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയിട്ടൊന്നും ഉണ്ടായില്ല. 97 ദിവസം നിൽക്കാൻ നിങ്ങൾ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷമായിരിക്കാനാണ് പറഞ്ഞിരിക്കണേ. എന്തായാലും ശ്രീതു കൊച്ചിയിലേക്ക് വരും, ഇൻ്റർവ്യൂ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വഴക്കൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് എല്ലാവരോടും ഇരിക്കാനാണ് പറഞ്ഞിരിക്കണേ. അർജുനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്സാണെന്നും മുന്നോട്ട് നല്ല രീതിയിലേക്ക് പോകണമെന്നുമാണ് പറഞ്ഞത്. അവിടെ പ്രണയത്തെക്കുറിച്ചോ അങ്ങനെയൊന്നും ശ്രീതു പറഞ്ഞിട്ടില്ല കേട്ടോ. ശ്രീതു ലൈവിൽ വന്നപ്പോൾ വളരെ ഡീസൻ്റായി സൂപ്പറായിട്ടാണ് വന്നത്. 30,000 പേരോളം വന്നിരുന്നു.